ബിസിനസ് ലോകത്തെയും സോഷ്യൽ മീഡിയയും ഒരുപോലെ അമ്പരിപ്പിച്ചിരിക്കുകയാണ് ഒരു ചെറിയ ലോക കഷ്ണം. സൊമാറ്റോയുടെ അമരക്കാരൻ ദീപേന്ദ്രൻ ഗോയലിന്റെ മുഖത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ കുഞ്ഞൻ ഉപകരണം എന്താണെന്നറിയാൻ ഇന്റർനെറ്റ് ലോകം നെട്ടോട്ടം ഓടുകയാണ്. ചുയിങ്കമാണെന്നും ഫോൺ ചാർജ് ചെയ്യാനുള്ള പോർട്ടാണെന്നും പറഞ്ഞ് ട്രോളുകൾ നിറഞ്ഞിരിക്കുന്നു. ഇന്ത്യയിൽ തന്നെ രൂപം കൊണ്ട പുതിയൊരു ടെക്നോളജിയാണോ ഇതെന്ന് ചോദ്യമാണ് പലരെയും ആകർഷിക്കുന്നത്. സൊമാറ്റോയുടെ സഹസ്ഥാപകൻ ദീപേന്ദ്രൻ ഗോയൽ പങ്കെടുത്ത ഫിഗറിംഗ് ഔട്ട് പോഡ്കാസ്റ്റ് ഇന്റർവ്യൂ വൈറലായതോടെയാണ് ഈ കൗതുകം ആരംഭിച്ചത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെക്കാൾ കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റിയത് അദ്ദേഹത്തിന്റെ മുഖത്ത് ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത ഒരു ചെറിയ ഉപകരണം തന്നെയായിരുന്നു. മുഖത്തിന്റെ ആ ഭാഗത്തെ ഇംഗ്ലീഷിൽ വിളിക്കുന്ന പേരിനാണ് ഇതിന്റെ നാമകരണം. രക്തമൊഴുക്ക് തത്സമയം നിരീക്ഷിച്ച് തലച്ചോറിന്റെ പ്രവർത്തനം വിലയിരുത്തുന്ന ഒരു ഡിവൈസാണ് ടെമ്പിൾ. ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ദീപേന്ദ്രന്റെ സൊമാറ്റോയുടെ മാതൃക കമ്പനിയായ ഇന്റൽ എന്ന സ്ഥാപനത്തിന്റെ കീഴിലാണ് ഈ ഉപകരണം വികസിപ്പിച്ചു വരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഏകദേശം ഒരു വർഷമായി ദീപേന്ദർ ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിച്ചു വരികയാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. തലച്ചോറിലെ രക്തചംക്രമണം നിരന്തരമായി നിരീക്ഷിക്കുകയാണ് ടെമ്പിളിന്റെ പ്രധാന ദൗത്യം. തലച്ചോറിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യം, പ്രായമാകുന്ന പ്രക്രിയയിലൂടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്നിവ മനസ്സിലാക്കാൻ ഇത് സഹായിക്കുമെന്നാണ് സൂചന. ജോലി ചെയ്യുമ്പോൾ, വിശ്രമ സമയത്ത്, സമ്മർദ്ദ സാഹചര്യങ്ങളിൽ എന്നിവയിൽ രക്തചംക്രമണം ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഉപയോക്താവിന് നേരിട്ട് കാണാൻ ഈ ഉപകരണം അനുവദിക്കുന്നു. തലച്ചോറിന് സ്ഥിരതയുള്ള രക്തപ്രവാഹം അനിവാര്യമാണെന്നും അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ ടെമ്പിൾ തത്സമയം അറിയിക്കുമെന്നും വിദഗ്ധർ പറയുന്നു. തലച്ചോറിലെ രക്തചംക്രമണത്തിൽ വരുന്ന മാറ്റങ്ങൾ ക്ഷീണം, ശ്രദ്ധക്കുറവ്, ഓർമ്മ പ്രശ്നങ്ങൾ, ഘ്രാണശേഷിയിലെ വ്യതിയാനങ്ങൾ തുടങ്ങിയ പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകാം. ഇത്തരം വിഷയങ്ങൾ പഠിക്കാൻ നിലവിൽ വലിപ്പമേറിയ ബ്രെയിൻ ഇമേജിംഗ് മെഷീനുകളാണ് ആശ്രയിക്കുന്നത്. എന്നാൽ അവ വഴി നിരന്തര നിരീക്ഷണം എളുപ്പമല്ല. അവിടെയാണ് ടെമ്പിളിന്റെ പ്രസക്തി. വലിയ മെഷീനുകൾക്ക് കഴിയാത്ത നിരന്തര നിരീക്ഷണം ഈ കുഞ്ഞൻ ഡിവൈസിന് കഴിയും. ഇതിനോടൊപ്പം ദീപേന്ദർ പരാമർശിച്ച ഗ്രാവിറ്റി ഏജിംഗ് ഹൈപ്പോത്തിസിസ് എന്ന ആശയവും ശ്രദ്ധേയമാണ്. ഭൂമിയുടെ ഗുരുത്വാകർഷണം വർഷങ്ങളായി രക്തത്തെ താഴേക്ക് ആകർഷിക്കുന്നതിനാൽ പ്രായമാകുമ്പോൾ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം കുറയുമെന്ന വാദമാണ് ഈ പരികൽപ്പന. ഇതുവഴി തലച്ചോറിന്റെ പ്രവർത്തനം മന്ദീഭവിക്കാനും പ്രായമാകൽ വേഗത്തിലാക്കാനും സാധ്യതയുണ്ടെന്നുമാണ് അനുയായികളുടെ അഭിപ്രായം. എന്നാൽ ശാസ്ത്രലോകം ഈ സിദ്ധാന്തത്തെ ഇതുവരെ പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ല. ജനിതക ഘടകങ്ങൾ, ജീവിതശൈലി, പരിസ്ഥിതി, രോഗങ്ങൾ എന്നിവയൊക്കെ പ്രായമാകലിൽ പങ്കുവഹിക്കുന്നുണ്ടെന്നാണ് ഗവേഷകരുടെ നിലപാട്. ടെമ്പിൾ ഇപ്പോഴും വിപണിയിലെത്തിയിട്ടില്ല. ഇത് കമ്പനി സ്വകാര്യമായി വികസിപ്പിച്ചു വരുന്ന ഒരു പരീക്ഷണ ഉൽപ്പന്നമാണ്. ദീപേന്ദ്രന്റെ വിവിധ സ്വകാര്യ ഗവേഷണ പദ്ധതികൾ കൈകാര്യം ചെയ്യുന്ന കണ്ടിന്യൂ റിസർച്ചിന്റെ ഭാഗമായാണിത്. ചില റിപ്പോർട്ടുകൾ പ്രകാരം ടെമ്പിൾ പദ്ധതിക്ക് ഏകദേശം 25 ദശലക്ഷം ഡോളറാണ് ചിലവ്. ഒരു വർഷത്തിലേറെയായി ദീപേന്ദർ ടെമ്പിൾ ഉപയോഗിച്ചു വരുന്നുണ്ടെങ്കിലും പൊതുവിപണിയിലെത്താൻ മുമ്പ് നിരവധി അനുമതികളും സുരക്ഷാ പരിശോധനകളും കടക്കേണ്ടതുണ്ട്. ഉപയോഗത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് അധികൃതർ ഉറപ്പാക്കണം. വില നിർണയം അടക്കമുള്ള കാര്യങ്ങളും തീരുമാനിക്കണം. നിലവിൽ ടെമ്പിൾ പരീക്ഷണഘട്ടത്തിലുള്ള ഒരു നവീന സാങ്കേതിക ശ്രമം മാത്രമാണ്.